ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സഭയിൽ സോണിയാഗാന്ധിയുടെ പേര് ഉയർത്തിവിട്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ വിവാദത്തിൽ LDF സർക്കാർ നിയമസഭയിൽ ആകെ നാണം കെട്ടു നിൽക്കുന്ന വേളയിൽ സംരക്ഷണവുമായി ഇറങ്ങിയ വീണ ജോർജ് സോണിയാഗാന്ധി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ അനാവശ്യമായി സഭയിൽ വലിച്ചിഴയ്ക്കുകയാണ്. ശബരിമലയിൽ സ്വർണം കക്കാൻ കൂട്ടുനിന്നത് CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രതിനിധികളാണ്. ആ കേസിൽ സ്വർണം കളവ് തന്ത്രങ്ങൾ ഒരുക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിയാണ്. ഈ പ്രതിയെ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചതും സ്വർണം കക്കാൻ ഒത്താശ ചെയ്തതും CPM നേതാക്കളാണ്. ഈ കാര്യം ഹൈക്കോടതി അടിവരയിട്ട് പറഞ്ഞിട്ടും CPM നേതാക്കന്മാർക്കോ LDF മന്ത്രിമാർക്കോ നേരം വെളുത്തിട്ടില്ല. അവർ ഇപ്പോഴും സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടുവെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ നാണം കെട്ട് നിന്ന് സർക്കാരിനെ സംരക്ഷിക്കാനാണ് ചാടിയെണീറ്റ് വീണ ജോർജ് വിഷയത്തിൽ സോണിയാഗാന്ധിയെ സഭയ്ക്കുള്ളിൽ എത്തിച്ചത്. ഇതോടെ കടുത്ത അമർഷത്തിലായ UDF വീണയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. വീണയുടെ പ്രസംഗത്തിന്റെയും UDF പ്രതിഷേധത്തിന്റെയും വീഡിയോ ചേർക്കുന്നുണ്ട്. കണ്ടു നോക്കാം. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സാർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ ശ്രീ P. ഉബൈദുള്ള നോട്ട് ഇൻ ദ സീറ്റ്. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ശ്രീ പ്രമോദ് നാരായൺ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ പ്രമോദ് നാരായണന് കമ്മിറ്റിയുടെ 19ാം റിപ്പോർട്ട് അവതരിപ്പിക്കാം. സർ, അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ 19ാമത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഓർഡർ. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച. ശ്രീ TP രാമകൃഷ്ണൻ 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭാംഗങ്ങളുടെ ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങളെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭകളോട് ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന ഉപക്ഷേപം അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയണ്ട. ഉപക്ഷേപം അവതരിപ്പിച്ചു. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തിന് ഭേദഗതി നോട്ടീസ് നൽകിയിട്ടുള്ള അംഗങ്ങൾ സീറ്റിലില്ല. അത് ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു. ചർച്ച ബഹുമാനപ്പെട്ട സംസാരിച്ചു. TP രാമകൃഷ്ണൻ അംഗ. ഗവർണർ എന്ന പദവി ഭരണഘടനാനുസൃതമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു വന്ന വൻ പ്രതിസന്ധികളെ അസാധാരണമായ ചങ്കൂറ്റത്തോടെ മറികടന്ന് അതിജീവനത്തിന്റെയും പുനഃസൃഷ്ടിയുടെയും ചരിത്രം രചിച്ചാണ് LDF സർക്കാർ
തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്നതിന്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാരിന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. 2016 അധികാരമേറ്റ ഒന്നാം പിണറായി സർക്കാർ മുൻ ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയ കേരളത്തെ ക്ഷേമത്തിന്റെയും വികസനത്തിന്റെയും പാതയിലേക്ക് നയിച്ചത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അത് തുടരാൻ നൽകിയ അംഗീകാരമായിരുന്നു. ഉജ്ജ്വലമായ ആ വൻ വിജയത്തോടെ